ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് 5th മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിംഗ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബാനർ അഡ്വർടൈസിംഗ് ആണ്. ഇറ്റ്സ് എ കോമൺ ആൻഡ് വെൽ നോൺ ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് ആണ്. ദിസ് ഇൻവോൾവ്സ് എ ബോക്സ് പ്ലേസ്ഡ് ഇൻ എ സ്ട്രാറ്റജിക് പ്ലേസ് ഓൺ ദ വെബ്സൈറ്റ്. അപ്പോൾ ഒരു ബോക്സ് ഷേപ്പിലായിരിക്കും ഇതുണ്ടായിരിക്കുക. അത് ഒരു സ്ട്രാറ്റജിക് പ്ലേസിൽ, ഇമ്പോർട്ടൻറ്റ് പ്ലേസിൽ വെബ്സൈറ്റിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും, നമുക്കതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബാനർ അഡ്വർടൈസിംഗ് എന്ന് നോക്കാം. ഇങ്ങനെയാണ് ബാനർ അഡ്വർടൈസിംഗ് ഉണ്ടായിരിക്കുക. വെബ്സൈറ്റിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേസിലും പല ഷേപ്പിലും ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് പോപ്പപ്സ് ആണ്. ഇറ്റ്സ് അബൌട്ട് എ പോപ്പപ്പ് വിൻഡോ ദാറ്റ് എമർജസ് വെൻ യു ഓപ്പൺ എ വെബ്സൈറ്റ്. ഇറ്റ് ഈസ് പ്രൈമർലി അനോയിങ് ബിക്കോസ് സംടൈംസ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് ദം. പോപ്പപ്സ് നമുക്കറിയാം, നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ എമർജ് ചെയ്യുന്ന ഒരു വിൻഡോ ആണ് പോപ്പപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഈ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പെർഹാപ്സ് യു ഹാവ് ക്ലോസ്ഡ് ഹൺഡ്രഡ്സ് ഓഫ് പോപ്പപ്സ് ആഡ്സ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ കാണുന്നതും നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനത്തെ ഒരു 100 ടൈപ്സ് ഓഫ് ആഡ്സ്. പോപ്പപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് പോപ്പപ്സ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു അഡ്വർടൈസിംഗ് ഫോം ദാറ്റ് ക്യാൻ ബി മോർ ഈസിലി അവോയ്ഡ് ബൈ ദ യൂസർ. ഏറ്റവും കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് പറയുക ഇമെയിൽ മാർക്കറ്റിംഗ് ആയിരിക്കും. ഇമെയിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇമെയിൽസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇമെയിൽസ് ഒന്നും അധികം ചെക്ക് ചെയ്ത് നോക്കാറില്ല. കൂടുതൽ പേരും അധികം ചെക്ക് ചെയ്യാറില്ല ഇങ്ങനെ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ അവോയ്ഡ് ചെയ്യുന്നൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ മാർക്കറ്റിംഗ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഓപ്റ്റിൻ ഇമെയിൽ ഉണ്ട്. ഓപ്റ്റിൻ ഇമെയിൽ ഈസ് എ ടേം യൂസ്ഡ് വെൻ സംവൺ ഈസ് നോട്ട് ഇനീഷ്യലി ആഡഡ് ടു എൻ ഇമെയിലിംഗ് ലിസ്റ്റ് ആൻഡ് ഇൻസ്റ്റെഡ് ഗിവൻ ദ ഓപ്ഷൻ ടു ജോയിൻ ദി ഇമെയിലിംഗ് ലിസ്റ്റ്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അയക്കല്ല, നമ്മൾ ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണും. അപ്പോൾ നമ്മളുടെ ഇമെയിൽ ഐ ഡിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതാണ്. അതിനാണ് എന്ത് പറയുന്നത്, ഓപ്റ്റിൻ ഇമെയിൽ എന്ന് പറയുന്നത്. പിന്നെ സ്പാം ഇമെയിലാണ്. അത് അൺവാണ്ടഡ് ജങ്ക് ഇമെയിൽ സെൻഡ് ഔട്ട് ടു ഇൻ എ ബൾക്ക്. അതായത് ഈ ഒരു ഇമെയിൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർമിഷൻ ഇല്ലാതെ നമ്മളുടെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്നതാണ്. ചിലപ്പോൾ അതൊരു ബൾക്കായിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിന് ഹാങ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. It can be sent in massive volume by botnets network of infected computers. അപ്പോൾ ഇത് ഒരുപാടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കമ്പ്യൂട്ടറിനെ എഫക്റ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസോളിസൈറ്റഡ് ആണ്, അൺവാണ്ടഡ് ജങ്ക് ഇമെയിലാണ്. ടാർഗറ്റഡ് ഇമെയിൽ മാർക്കറ്റിംഗ്. ടാർഗറ്റഡ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് ഇന്ന സെക്ഷനാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ എങ്കിൽ അവർക്ക് മാത്രം സെൻഡ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്, ടാർഗറ്റഡ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. By segmenting your subscribers sending targeted email campaigns, you can craft a more personalized message to go out to customers who fall into certain segment. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളൊരു സെഗ്മെൻറ്റിലുള്ള ആളുകൾക്ക് മാത്രമായിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി യൂണികാസ്റ്റ് ആഡ്സ് ആണ്. യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് എൻ ഇൻ്റർനെറ്റ് അഡ്വർടൈസ്മെൻറ്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വീഡിയോ പ്ലേഡ് ലൈക്ക് എ TV കൊമേഴ്ഷ്യൽസ് യൂഷ്വലി ഇൻ എ പോപ്പപ്പ് ഓർ പോപ്പപ്പ് അണ്ടർ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പോപ്പപ്പിലോ അല്ലെങ്കിൽ വേറെ തരം അഡ്വർടൈസ്മെൻറ്റിലോ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നമ്മൾ TV കൊമേഴ്ഷ്യൽസ് കാണുന്ന പോലെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുക, യൂണികാസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. യൂണികാസ്റ്റ് ആഡ്സ് ഹാവ് ദ സെയിം ഇൻഫ്ലുവൻസ് ആൻഡ് പവർ ആസ് റെഗുലർ TV കൊമേഴ്ഷ്യൽസ്. നമ്മൾ TV കൊമേഴ്ഷ്യൽസ് പോലെ തന്നെ അതേ തരം പവർഫുള്ള് ഏതാണ്, ഈ ഒരു യൂണികാസ്റ്റ് ആഡ്സിനുണ്ട്. അതായത് നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, പോപ്പപ്പ് ആയിട്ട് ചിലപ്പം വരാറുണ്ട്, അല്ലെങ്കിൽ വേറെ ടൈപ്പിലും വരാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, യൂണികാസ്റ്റ് ആഡ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു 10 to 30 seconds ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് കുറേയും കൂടിയും ഒരു ഹൈ ക്ലിക്ക് റേറ്റ് ഉള്ള ഒരു തരം അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്.
പിന്നെ കോണ്ടെക്സ്റ്റുവൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്, കോണ്ടെക്സ്റ്റുവൽ അഡ്വർടൈസിംഗ് ഈസ് എ ഫോം ഓഫ് ടാർഗറ്റ് അഡ്വർടൈസിംഗ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് അപ്പിയറിംഗ് ഓൺ വെബ്സൈറ്റ്സ് ആൻഡ് അതർ മീഡിയ സച്ച് ആസ് കണ്ടൻറ് ഡിസ്പ്ലേഡ് ഇൻ മൊബൈൽ ബ്രൗസേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഇതായിരിക്കും runningshoes.com. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്തിൻ്റെ പരസ്യമാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ പരസ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. ഒരു ഷൂസ് വാങ്ങുന്ന ഒരാൾ കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തായിരിക്കും വാങ്ങുക? അങ്ങനത്തെ പരസ്യങ്ങളായിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിന് മാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോണ്ടെക്സ്റ്റൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. The advertisement themselves are selected and served by the automated system based on the context of what users is looking for. Users ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് കൂടെ വാങ്ങുന്ന പ്രൊഡക്റ്റ് അതായിരിക്കും ആ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ അതിന് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ കോണ്ടെക്സ്റ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ ഫോം ഓഫ് ടാർഗറ്റ് അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. For advertisement appearing on website or other media such as content displayed in mobile browsers. ഇനി അഡ്വർട്ടോറിയൽസ് ആണ്. ആൻ അഡ്വർട്ടോറിയൽ ഈസ് എ ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ എ ന്യൂസ് പേപ്പർ, മാഗസിൻസ് ഓർ വെബ്സൈറ്റ് വിച്ച് ഇൻവോൾവ്സ് ഗിവിങ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ് ഇൻ ദ ഫോം ഓഫ് എൻ ആർട്ടിക്കിൾ. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിളായിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരു പെയ്ഡ് കണ്ടൻറ്റാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് സ്പോൺസേർഡ് ചെയ്തിരിക്കുന്ന ഡെല്ലാണ്. അപ്പോൾ അങ്ങനെ ഒരു പോലെ അല്ലെങ്കിൽ ഒരു മാഗസീനിൽ ഒരു പേപ്പർ പോലെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത്. ഒരു പെയ്ഡ് കണ്ടൻറ്റാണ് കൊടുക്കുന്നത്. ഇനി ഈസിൻസ് എന്താണ്? ഷോർട്ട് ഫോർ ഇലക്ട്രോണിക് മാഗസിൻസ് ആണ് ഈസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നെയിം ഫോർ എ വെബ്സൈറ്റ് ദാറ്റ് ഈസ് മോഡൽഡ് ആഫ്റ്റർ എ പ്രിൻറ്റ് മാഗസിൻ. അത് പ്രിൻറ്റ് മാഗസിൻ്റെ ഒരു വെർച്വൽ കോപ്പിയാണ് ഈസൈൻസ് എന്ന് പറയുന്നത്. ഈസൈൻസ് ആർ സിംപ്ലി ഇലക്ട്രോണിക് വേർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രിൻറ്റ് മാഗസിൻസ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിൻറ്റ് മാഗസിൻ്റെ ഒരു ഡിജിറ്റൽ ഫോമാറ്റ് ആയിരിക്കാം. പിന്നെ അതിന് ചെറിയൊരു ചാർജ് ഉണ്ടായിരിക്കും അതിൻ്റെ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. ചിലർ ഫ്രീ ആയിട്ടും ചിലർ ചാർജറായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന ന്യൂസ് ലെറ്റർ ആണ്. ന്യൂസ് ലെറ്റർ ഈസ് വൺ ഓർ മോർ പ്രിൻറ്റഡ് ഷീറ്റ്സ് ഓഫ് പേപ്പർ കണ്ടെയ്നിങ് ഇൻഫോർമേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് സെൻഡ് റെഗുലർലി ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ ഒരു ന്യൂസ് ലെറ്റർ ആണ്. അത് റെഗുലർലി ആയിട്ട് അവർ മെമ്പേഴ്സിന് അയക്കുന്നതാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ന്യൂസ് ലെറ്ററിൻ്റെ ഫോമാറ്റ്. പിന്നെ വരുന്നത് ഫ്ലോട്ടിംഗ് ആഡ്സ് ആണ്. ദീസ് ആർ ആഡ്സ് ദറ്റ് അപ്പിയർ വെൻ യു ഗോ ടു എ വെബ് പേജ്. ദേ ഫ്ലോട്ട് ഓർ ഫ്ലൈ ഓവർ ദ പേജസ് ഫോർ എനിവർ ഫ്രം 5 to 30 seconds. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ആഡ്സ് ആണ്, മൂവ് ചെയ്യുന്ന ഒരു ആഡ്സ് ആണെന്ന് പറയാം. വൈൽ ദേ ആർ ഓൺ ദ സ്ക്രീൻ ദേ ഒബ്സ്ക്യൂർ ദ വ്യൂ ഓഫ് ദ പേജ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെബ്സൈറ്റ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിലൊന്നും വായിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മൗസ് പോയിൻ്റ് വരെ ബ്ലോക്ക് ആയിട്ട് വെക്കാറുണ്ട് ഫ്ലോട്ടിംഗ് ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്താണ് ഇൻഡസ്ട്രീഷ്യൽസ് നോക്കാം. ഇതൊരു ഓൺസൈറ്റ് പോപ്പപ്സ് ആണ്. നിങ്ങളിങ്ങനെ കാണുന്നുണ്ടായിരിക്കും ഒരു ഗെയിംസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ പോപ്പപ്പ് വിൻഡോ ആയിട്ട് വരാറുണ്ട്. അതിനെയാണ് ഇൻഡസ്ട്രീഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്ങിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പറഞ്ഞത് കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് ടൈപ്സ് ആണ്. ബാനർ അഡ്വർടൈസിങ്, പോപ്പപ്സ്, അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിങ്ങിൽ വരുന്ന ഓപ്റ്റ് ഇൻ ഇമെയിൽ, സ്പാം ഇമെയിൽ, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് നമ്മൾ ഇന്ന് പറഞ്ഞു. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.